ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമിയുടെ 16ാമത്തെ എപ്പിസോഡാണ്. രാവിലെ തന്നെ ചിനാറ്റ്സും ടൈക്കിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നീ നേരത്തെ തന്നെ എഴുന്നേറ്റോ? ആ, ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഇന്ന് പുതിയ ക്ലാസ് ഒക്കെ തുടങ്ങുകയല്ലേ. അങ്ങനെ ചിനാറ്റ്സ് വളരെ കാഷ്വൽ ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ടൈക്കി മനസ്സിൽ കരുതുവാണ്, ഞങ്ങൾ ബീച്ചിൽ ഒരുമിച്ച് പോയത് മുതൽ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആ ആക്വേർഡ് ഫീലിംഗ് മാറിപ്പോയി. പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ചിനാറ്റ്സുന് ഇപ്പോഴും ഇഷ്ടമാണ്. അവൾ അവളുടെ എല്ലാ ഹാർഡ് വർക്കും ബാസ്കറ്റ് ബോളിൽ ഇട്ടേക്കുവാണ്. അവൾ എന്റെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോഴും കളിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിനെ കഴിഞ്ഞും ഇപ്പൊ കുറച്ചും കൂടി എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അടുത്ത സീനില് സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റിവൽ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ മുന്നൊരുക്കായിട്ട് ടൈക്കിന്റെ ക്ലാസ്സിൽ സ്നോ വൈറ്റിന്റെ നാടകം ചെയ്യാനാണ് അവര് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സ്നോ വൈറ്റ് ആയിട്ട് ഹീനോ ചോനെ ആയിരിക്കും അഭിനയിക്കുന്നുണ്ടാവുക. അങ്ങനെ ഹീനയ്ക്ക് ഒരുപാട് സന്തോഷാവും. ഹീന അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇത് ടൈക്കിയും ക്യോയൊക്കെ കണ്ടോണ്ടിരിക്കുവാണ്. ഇവൾ അതിലുള്ള സ്ക്രിപ്റ്റ് ഒക്കെ കാണാപ്പാടം പഠിച്ചു പറയോ? അവക്ക് എന്തായാലും ഓഡിയൻസിന്റെ മുമ്പിൽ ഫിയർ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഹിന ടൈക്കിന്റെ അടുത്ത്, നീ ക്ലാസ് റെപ്രസെന്റേറ്റീവ് അല്ലേ, നീ വേണം ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യാൻ. അപ്പൊ ടൈക്കി, അതിനെന്താ, ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് വളരെ എക്സൈറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. പെട്ടെന്ന് അവിടേക്ക് സ്റ്റാഫ് വരുവാണ്. ടൈക്കിന്റെ അടുത്ത് കുറച്ച് പേപ്പേഴ്സ് സെക്കൻഡ് ഇയർ ചെയർപേഴ്സണ് കൊടുക്കാൻ വേണ്ടി പറയുവാണ്. അങ്ങനെ ടൈക്കി ആ പേപ്പേഴ്സ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ സമയം ക്യോ ഹിനേന്റെ അടുത്ത്, ഹേ, ടൈക്കി എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, നീ അവനോട് പറഞ്ഞൂലേ നിനക്ക് ഇഷ്ടാണെന്ന്. പെട്ടെന്ന് ഹിന നെട്ടി എന്തെന്ന് ചോദിക്കുവാണ്. അപ്പൊ ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവരൊക്കെ, നീ എന്തിനിങ്ങനെ സൗണ്ട് ഇടുന്നേ? അത് ഞാൻ എന്റെ സൗണ്ട് കറക്റ്റ് ആണോ എന്ന് നോക്കിയതാണ്. എന്നിട്ടൊക്കെയോ, നീ ഓക്കെ ആണോ? ടൈക്കിക്ക് ചിനാറ്റ്സുന് ഇഷ്ടാണ്. അതുമല്ലാണ്ട് അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. എന്തേ, നീ എന്നെ കുറിച്ച് വിഷമിക്കുന്നുണ്ടോ? ഇല്ലാന്ന് ക്യോ പറയാണ്. അല്ലല്ലോ, നീ പറഞ്ഞ കേട്ടാ എനിക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നേ. എനിക്ക് ടൈക്കിന് ഇഷ്ടാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് അവനോട് പറയണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഹിനേനെ അവളുടെ ഫ്രണ്ട്സ് വിളിക്കാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകും. അപ്പൊ ക്യോ മനസ്സിൽ, എന്തായാലും അവൾക്ക് അത് ഈസി ആയിട്ടുള്ള കാര്യമാവില്ല. അങ്ങനെ ടൈക്കി പേപ്പേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് ക്ലാസ്സിൽ പോയി നോക്കുമ്പോ അവിടെ ആരും ഉണ്ടാവില്ല. ചിനാറ്റ്സു മാത്രമായിരിക്കും ഒരുക്കിണ്ടാവുക. ടൈക്കി, നീയോ? എന്താ കാര്യം എന്ന് ചോദിക്കുവാണ് ചിനാറ്റ്സു. അത് ഞാൻ നിന്റെ ക്ലാസ്സിലുള്ള സാസക്കിക്ക് ഞങ്ങളുടെ പ്രോഗ്രാം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ശരി, പക്ഷെ ഇവിടെ എല്ലാവരും കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. ഞാൻ കൊടുത്താ മതിയോ എന്ന് ചിനാറ്റ്സു ചോദിക്കുവാണ്. അത് മതിയെന്ന് ടൈക്കിയും പറയും. എന്നിട്ട് ചിനാറ്റ്സു അവന്റെ അടുത്ത് ക്ലാസിന്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറയുവാണ്. അങ്ങനെ ടൈക്കി ക്ലാസ് റൂമിന്റെ ഉള്ളിലോട്ട് വരുമ്പോ സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ കാല് വെക്കുന്നത് തന്നെ എന്തോ പോലെയുണ്ട്. നീ ഇരിക്കുന്ന സ്ഥലം എന്തായാലും അടിപൊളിയാണ് ചിനാറ്റ്സു. ബാക്ക് ബെഞ്ച്, സൈഡില് വിൻഡോ, അത് ഞങ്ങൾ സീറ്റിംഗ് ചാർട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അത് ശരി, നീ ഈ ക്ലാസ്സിൽ ഏത് സീറ്റിംഗ് സ്പോട്ടാണ് എടുക്കാന്ന് ചോദിക്കുവാണ് ചിനാറ്റ്സു. അങ്ങനെ ടൈക്കി നോക്കിയിട്ട് ചിനാറ്റ്സുന്റെ അടുത്തുള്ള ബെഞ്ച് പറയുവാണ്. അപ്പൊ ചിനാറ്റ്സു വളരെ കഷ്ടായി പോയി. നീ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ടൈക്കി ചോദിക്കുവാണ്. അതിന് കാരണം നമ്മൾ രണ്ടുപേരും സെയിം ഇയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും അടുത്തടുത്ത് ഇരിക്കേണ്ടി വരും. അപ്പൊ ടൈക്കി സൂക്ഷിച്ചു നോക്കിയിട്ട്, അതിനെന്താന്നറിയോ കാരണം, നീ ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യാണ്ട് വേഗം ചാടിക്കേറി ജനിച്ചില്ലേ, അതുകൊണ്ടാണ്. അതുമല്ലാണ്ട് നമ്മൾ ബാക്ക് ബെഞ്ചിലിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ലാസ് എടുക്കുമ്പോ ആരും നമ്മളെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉറങ്ങാൻ പാടില്ല. പക്ഷെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നീ മാത്രമാണ് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നേ. അങ്ങനെ നീ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ക്ലാസ് മാഷ് നിന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നിന്നെ എണീപ്പിക്കാൻ നോക്കും. അങ്ങനെ നെട്ടി എഴുന്നേക്കുന്ന ടൈക്കിന്റെ അടുത്ത് സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ടൈക്കൊന്നും അറിയാൻ പാടുണ്ടാവില്ലല്ലോ, ഉറങ്ങല്ലേ. എന്നിട്ട് ചിനാറ്റ്സ് ബുക്കിൽ എഴുതി വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കി ഇത് പറയാന്ന് പറയുമ്പോഴത്തേനും ടൈക്കി ആ ആൻസർ പറയും. എന്നിട്ട് സാറ് ഇരിക്കാൻ പറഞ്ഞിട്ട് പോകും. അങ്ങനെ അവര് ഒരുമിച്ചുള്ള ക്ലാസ്സിലിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എങ്ങനെയെങ്കിലും എന്റെ ഗ്രേഡിലോട്ട് വരാൻ നോക്കുന്ന് ചിനാറ്റ്സ് പറയുവാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല എന്ന് ടൈക്കിയും പറയുവാണ്. ഞാനൊരു തമാശ പറഞ്ഞതാണ്. അങ്ങനെ അവിടേക്ക് ചിനാറ്റ്സുന്റെ ക്ലാസ് മാഷ് വരുവാണ്. അപ്പൊ ടൈക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ ഒരു ഗ്രേഡ് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പോയിരുന്നേനെ. ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ഗ്രേഡിലാണ്, വേറെ വേറെ സ്പോർട്സ് ആണ് കളിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചല്ല താമസിക്കുന്നിരുന്നെങ്കിൽ നമുക്ക് പരസ്പരം അറിയാൻ കഴിയുമായിരുന്നില്ല എന്ന് ഈ കാര്യങ്ങളൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത സീനില് ടൈക്കി വീട്ടിലോട്ട് വരുവാണ്.
അപ്പൊ പതിവില്ലാണ്ട് പുതിയ ചപ്പൽസ് കാണുവാണ്. വീട്ടില് വേറെ ആരോ ഉണ്ട്. അങ്ങനെ ടൈക്ക് വന്ന് നോക്കുമ്പോ ചിനാൻസുന്റെ അമ്മ വന്നിട്ടുണ്ടാവും. ചിനാൻസുന്റെ അമ്മയല്ലേ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് ചിനാൻസുന്റെ മുത്തശ്ശന് ഒട്ടും വയ്യാണ്ടായി. അങ്ങനെ ഞാൻ ഇവിടെ വേഗം ഓടിയെത്തിയതാണ്. മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ടൈക്ക് ചോദിക്കുവാണ്. ഇല്ല, മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടുത്ത മാസം ഒരു സർജറി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ള ഒരു അപ്പാർട്ട്മെന്റില് താമസിക്കാന്ന് കരുതി. ഓ, അങ്ങനെയാണോന്ന് ടൈക്ക് പറയുവാണ്. അപ്പൊ ടൈക്കിന്റെ അമ്മ അത് കാരണം കൊണ്ട് ചിനാറ്റ്സു അവളുടെ അമ്മേന്റെ ഒപ്പം താമസിക്കാൻ പോവുകയാണ് കുറച്ചു നാളത്തേക്ക്. പെട്ടെന്ന് ടൈക്കിന്റെ ഫേസ് ഒന്ന് മാറുവാണ്. അങ്ങനെ ടൈക്ക് രണ്ടുപേരെയും കൂട്ടിയിട്ട് ആ അപ്പാർട്ട്മെന്റിൽ പോയി തിങ്സ് ഒക്കെ വെച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ യൂക്കിക്കോയും ചിനാറ്റ്സുന്റെ അമ്മയും സംസാരിച്ച് നിൽക്കുവാണ്. ചിനാറ്റ്സുന് സ്കൂളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഇനി നോക്കണം ഇവിടെ നിന്ന്. ഞങ്ങള് ചിനാറ്റ്സുന് എന്തായാലും മിസ് ചെയ്യുന്നു യൂക്കിക്കോ പറയുവാണ്. അങ്ങനെ ടൈക്ക് ഫ്ലാറ്റിൽ നിന്ന് പോവാൻ നിൽക്കുമ്പോഴത്തേനും ചിനാറ്റ്സു ടൈക്കിക്ക് കീ എടുത്ത് കൊടുക്കുവാണ്. ടൈക്ക് താങ്ക്സ് പറയുവാണ്. നീയല്ല താങ്ക്സ് പറയേണ്ടത്, ഞാനാണ് താങ്ക്സ് പറയേണ്ടത്. ഞങ്ങൾ ഇത്ര ഹെൽപ്പ് ചെയ്തേന്. നിനക്ക് പ്രാക്ടീസും ഇല്ലേ? നീ പ്രാക്ടീസിന് വേറെ സ്കൂളിലാണോ പോകുന്നതെന്ന് ടൈക്ക് ചോദിക്കുവാണ്. അതെ, നീഷിജോ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് ഞാൻ പോകുന്നേ. എന്നാലും നാളെ നമുക്ക് ജിമ്മിൽ വെച്ച് കാണാം. ഞങ്ങളിപ്പോ ഒരുമിച്ചല്ല താമസിക്കുന്നേ, എന്നാലും ഞങ്ങൾക്ക് രാവിലെ പരസ്പരം സംസാരിക്കാം എന്ന് പറഞ്ഞ് ടൈക്ക് ആ ജിമ്മിലേക്ക് ഓടുവാണ്. ടൈക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് കതവ് തുറക്കുമ്പോ ചിനാറ്റ്സു അവിടെ ഉണ്ടാവില്ല. ആ ജിമ്മിൽ ആരും ഉണ്ടാവില്ല. ഞാൻ ഒരുപാട് നേരത്തെ വന്നു എന്നാ തോന്നുന്നേ. അങ്ങനെ അവിടേക്ക് ഹാരി വരുവാണ്. നിങ്ങളെ കണ്ടതിൽ വളരെ സർപ്രൈസ് ആയി പോയി ഞാൻ. അതിരാവിലെ ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മയ്ക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ വേഗം എഴുന്നേപ്പിച്ചു വിട്ടു. ഇന്ന് കാലാവസ്ഥ വളരെ അടിപൊളിയായിട്ടുണ്ട്, നമുക്കൊന്ന് ഓടാൻ പോയാലോ എന്ന് ഹാരിയു ടൈക്കിന്റെ അടുത്ത് ചോദിക്കുവാണ്. അങ്ങനെ ഹാരിയു ടൈക്കിനെ അവിടെ നിന്ന് വലിച്ചെടുത്തോണ്ട് പോവുകയാണ് ഓടാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ടൈക്ക് മടുത്തു വന്ന് ക്ലാസ് റൂമിൽ ഇരിക്കുവാണ്. ചിനാറ്റ്സുനെ എന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ചിനാറ്റ്സുനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഫെസ്റ്റിവൽ മീറ്റിംഗിന് വേണ്ടിയിട്ട് ക്ലാസ്സിലുള്ള റെപ്രസെന്റേറ്റീവ്സിനെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരുവാണ്. അങ്ങനെ ടൈക്ക് ആ മീറ്റിംഗിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചിനാറ്റ്സുനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അവള് പുതിയ സ്ഥലത്ത് പോയിരിക്കുന്നതുകൊണ്ടായിരിക്കും അവളെ കൊണ്ട് പ്രാക്ടീസിന് ചിലപ്പോ വരാൻ പറ്റാത്തത്. ചിലപ്പോ അവള് സ്കൂളിലും വന്നിട്ടുണ്ടാവില്ലേ, ഇനി അവൾക്ക് എന്തെങ്കിലും വയ്യായിക വന്നിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ച് ആ മീറ്റിംഗിൽ ഇങ്ങനെ എല്ലാവരെയും നോക്കുമ്പോഴത്തേനും ചിനാറ്റ്സും അവിടെ ഉണ്ടാവും. അത് കണ്ട് അവന് സമാധാനാവുകയാണ്. അങ്ങനെ ചിനാറ്റ്സും ടൈക്കി തമ്മിൽ നോക്കുവാണ്. പെട്ടെന്ന് ചിനാറ്റ്സുനെ വിളിക്കും. ചിനാറ്റ്സു അങ്ങോട്ട് തിരിയുവാണ്. അങ്ങനെ ടൈക്കി എങ്ങനെ ഗ്രേഡ് സ്കിപ്പ് ചെയ്യാന്നുള്ള ബുക്ക് വായിച്ചോണ്ടിരിക്കുവാണ്. നീ വെറുതെ തമാശ കളിക്കണ്ട, ക്യോ പറയാണ്. എന്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്റെ കൺട്രോളിലല്ല പോകുന്നേ എന്ന് ടൈക്കി ക്യോന്റെ അടുത്ത് പറയുവാണ്. അങ്ങനെ ടൈക്കി പ്രാക്ടീസിന് വേണ്ടി എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ചിനാറ്റ്സുന്റെ സൗണ്ട് കേൾക്കുവാണ്. ഈ സൗണ്ട് കേൾക്കുമ്പോ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് എനിക്ക് ഓർമ്മ വരുവാണ്. ചെറിയ കാര്യങ്ങളില് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. അങ്ങനെ പ്രാക്ടീസിന്റെ സമയമൊക്കെ തീരുവാണ്. കോച്ച് വന്ന് ക്ലീൻ ചെയ്ത് അവരുടെ അടുത്ത് ഇറങ്ങാൻ പറയുവാണ്. അപ്പോഴാണ് ടൈക്കി ചിനാറ്റ്സുനെ ശ്രദ്ധിക്കുന്നത്. ആ സമയം അവിടെ ആരും ഉണ്ടാവില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഗേൾസ് ബാസ്കറ്റ്ബോൾ ടീം എവിടെയെന്ന് ടൈക്കി ചോദിക്കുവാണ്. അവരൊക്കെ നേരത്തെ തന്നെ പോയി. ഞാൻ എങ്ങനെ ഇതൊക്കെ മിസ് ചെയ്തേ? അങ്ങനെ ടൈക്കി വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചിനാറ്റ്സുനെ പറ്റി ആലോചിക്കുവാണ്. ഞാൻ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ചിനാറ്റ്സുനെ കാണണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി. ഇനി നാളെയും ഹാരിയും നേരത്തെ എഴുന്നേറ്റ് വന്നാൽ ഞാൻ എന്താണാവോ ചെയ്യാൻ പോകുന്നത്. എന്നാലും ഞാൻ ഇന്ന് വീട്ടിൽ പോകുമ്പോ ചിനാറ്റ്സു അവിടെ ഉണ്ടാവില്ല ഒരു മാസം ഫുള്ളും. നാളെ എങ്ങനെയെങ്കിലും സ്കൂളിൽ വെച്ച് ഞാൻ ചിനാറ്റ്സുന്റെ അടുത്ത് സംസാരിക്കാൻ നോക്കണം. അങ്ങനെ ടൈക്കി വീട്ടിലെത്തി നോക്കുമ്പോഴത്തേനും ചിനാറ്റ്സു അവിടെ ഉണ്ടാവും. നീ എന്താ ഇവിടെ? നീ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നതെന്നല്ലേ പറഞ്ഞത്? ആ ശരിയാണ്, എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കാനുണ്ടായിരുന്നു. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ടൈക്കിക്ക് സങ്കടാവുകയാണ്. അതുമല്ലാണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. നീ രാവിലെ ഇന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചിനാറ്റ്സു ചോദിക്കുവാണ്. ആ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഹാരിയോ എന്നെ റണ്ണിന് കൂട്ടിക്കൊണ്ടുപോയി. ശരി, ഞാൻ ഇന്ന് അബദ്ധത്തില് ട്രെയിന് മാറി കയറി. പക്ഷെ ഞാൻ ആ സ്റ്റേഷനിൽ നിന്നും സ്കൂളിലേക്ക് ഓടി. അങ്ങനെ ചിനാറ്റ്സു ട്രെയിൻ മിസ് ചെയ്ത് ടൈക്കിനെ കാണാൻ വേണ്ടി ഓടി ആ ജിമ്മിൽ എത്തുമ്പോഴത്തേനും അവിടെ ആരും ഉണ്ടാവില്ല. പെട്ടെന്ന് ടൈക്കി മനസ്സിൽ കരുതുവാണ്, ഞാൻ കരുതിയത് ശരിയാണ്, ഞങ്ങൾ ഒന്നും കൂടെ അടുത്തു. അത് സാരമില്ല, നമുക്ക് നാളെയും ശ്രമിക്കാം. എന്നാ ശരിയെന്ന് ചിനാറ്റ്സും പറയുവാണ്. അങ്ങനെ അടുത്ത ദിവസം ടൈക്കിന്റെ ക്ലാസ്സിൽ സ്നോ വൈറ്റിന്റെ സ്ക്രിപ്റ്റ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഹിന ആക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ പ്രാക്ടീസ് ഒക്കെ കണ്ട് ടൈക്കി അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഹിന, ഞാൻ വിചാരിച്ചതിനെ കഴിഞ്ഞും നന്നായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും സ്ക്രിപ്റ്റ് അടിപൊളിയായിട്ട് പോവും. ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നതും ഒരു വളരെ നല്ല കഴിവാണ് എന്ന് ക്യോ പറയുവാണ്. അവരുടെ സ്ക്രിപ്റ്റിന് ആവശ്യമുള്ള ക്ലോത്ത് ഒക്കെ ക്യോ ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അത് കണ്ട് ടൈക്കി അവനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു സ്റ്റുഡന്റ് വന്ന് സ്റ്റോറേജ് റൂം ബിയുടെ കീ ആരുടെ അടുത്താണെന്ന് ചോദിക്കുവാണ്. അത് ടാനിഗുച്ചിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്ന് ടൈക്കി പറയുവാണ്. അങ്ങനെ ടൈക്കിയുടെ ക്ലാസ്സിലുള്ളവർക്ക് പാക്കിംഗ് ടേപ്പ് വേണമെന്ന് പറയുവാണ്. പെട്ടെന്ന് ടൈക്കിന്റെ ക്ലാസ്സിലുള്ള ഒരു പെങ്കൊച്ച്, അയ്യോ ഇപ്പൊ സേഫ്റ്റി മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അത് കുഴപ്പമില്ല ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞ് ടൈക്കി അങ്ങോട്ടേക്ക് പോവുകയാണ്. ടൈക്കി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ടൈക്കി
നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഹിനയ്ക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ ടൈക്കി ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെയുള്ള സ്റ്റോറിൽ പോയി പാക്കിംഗ് ടേപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേനും ചിനാച്ചുനെ അവിടെ കാണുവാണ്. അപ്പൊ അവര് തമ്മിൽ ഗുഡ് മോർണിംഗ് പറയുമ്പോ നമ്മളിന്ന് പ്രാക്ടീസിന് കണ്ട് സംസാരിച്ചതല്ലേ? അല്ല, നിങ്ങളുടെ ക്ലാസ് ഫെസ്റ്റിവലിന് കഫേ അല്ലേ ചെയ്യാൻ പോകുന്നേ? അതെ, ശരിയാണ്. ഞങ്ങള് വെയിട്രസിന്റെ ഔട്ട്ഫിറ്റ് ആണ് ഇടാൻ പോകുന്നത്. പെട്ടെന്ന് ടൈക്കി ചിനാച്ചുനെ ആ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ആലോചിച്ച് നോക്കുവാണ്. അവൾക്കാണ് ഒരുപാട് ഭംഗിയുണ്ടാവും. പക്ഷെ എനിക്ക് അവള് ആ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് ടൈക്കി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുവാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാനല്ലേ ക്ലാസ് റെപ്രസെന്റേറ്റീവ്, അതുകൊണ്ട് ഞാൻ കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യാൻ പോവില്ല. പെട്ടെന്ന് ടൈക്കി അത് പറ്റില്ല, എനിക്ക് അവളെ ഔട്ട്ഫിറ്റിൽ കാണണം എന്ന് മനസ്സിൽ വിചാരിക്കുവാണ്. അല്ല, നിന്റെ ക്ലാസ്സിലുള്ളവര് സ്നോ വൈറ്റ് സ്ക്രിപ്റ്റ് അല്ലേ ചെയ്യുന്നേ? ഹീന അല്ലേ ലീഡ് ചെയ്യുന്നേ എന്ന് ചിനാച്ച് ചോദിക്കുവാണ്. ആ ശരിയാണ്, പക്ഷെ ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നൊന്നുമില്ല. എന്ത്? ഞാൻ കരുതി നീയായിരിക്കും ആ ചാമിങ് ആയിട്ടുള്ള പ്രിൻസ് എന്ന്. എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല. അതെന്റെ ക്ലാസ്സിലുള്ള ഒരു പൊക്കമുള്ള പെൺകുട്ടിയാണ് അത് ചെയ്യുന്നത് എന്ന് ടൈക്കി പറയുവാണ്. അങ്ങനെ അവിടേക്ക് ഹിനയും ടൈക്കിയുടെ ക്ലാസ്സിലുള്ള കുട്ടികളും വരികയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ടീച്ചർ നിന്നെ തേടുന്നുണ്ടായിരുന്നു എന്ന് ഹിന പറയുമ്പോഴത്തേനും ചിനാച്ചുനെ അവിടെ കാണുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഹായ് പറയുവാണ്. അങ്ങനെ ചിനാച്ചു അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് ചിനാച്ചു ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഹിന ടൈക്കിന്റെ അടുത്ത് ക്ലാസ്സിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞ് ഓരോരോ സാധനങ്ങൾ ടൈക്കിന്റെ അടുത്ത് കൊടുക്കുവാണ്. അടുത്ത സീനില് ചിനാച്ചു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മേന്റെ ഒപ്പം ആയിരിക്കും. ടിവിയില് ചിനാച്ചുനെ ഹിനേനെയും പോലെ ഒരു ബോയിനെ സ്നേഹിച്ച് രണ്ടുപേരും കൂടെ സ്റ്റണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുമായിരിക്കും. ഒരു ബോയിനെ ഒരുമിച്ച് സ്നേഹിച്ച് രണ്ടുപേരും കൂടെ വാഗ്വാദത്തിൽ നിൽക്കുമായിരിക്കും. അപ്പൊ ചിനാച്ചുവിന്റെ അമ്മ പറയാണ്, ഈ സീരിയലിലെ ഈ ക്യാരക്ടർ വളരെ അൺഫെയർ റോളാണ് കളിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പെൺകുട്ടിയും അവനും അത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഇവള് കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെന്തിനാണ് അവൾ ഇവന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നേ? ഓരോരുത്തർക്കും അവരുടേതായ റൊമാൻറ്റിക് വേസ് ഉണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ ഒരാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യമല്ലേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചിനാച്ചു എന്ന് ചിനാച്ചുന്റെ അടുത്ത് ചോദിക്കുവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചിനാച്ചു കുളിക്കാൻ വേണ്ടി ബാത്ത് ടബിൽ കിടക്കുവാണ്. ഞാൻ അൺഫെയർ ആയിട്ടുള്ള ഒരാളാണോ? ഹിനയ്ക്ക് ടൈക്കിന് ഇഷ്ടാണെന്ന് ഞാൻ അറിഞ്ഞിട്ടും ഞാൻ അവന്റെ കൂടെ ചിനാച്ചു ടൈക്കിന്റെ അടുത്ത് എന്നെ എവിടെയെങ്കിലും കൂട്ടിയിട്ട് പോകുമെന്ന് ചോദിച്ചത് ഓർക്കുവാണ്. ഞാൻ ഹിനയായിരുന്നെങ്കിൽ അവനോട് അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കില്ലായിരുന്നു. പക്ഷെ ആ സമയം അവര് രണ്ടുപേരും ഇതുവരെ ഡേറ്റിങ്ങിന് പോയിട്ടില്ല. പക്ഷെ എന്റെ കൂടെ ആരെങ്കിലും വേണമെന്ന് ഞാൻ കരുതിയപ്പോ അതിന്റെ ഉത്തരം ടൈക്കി ആയിരുന്നു എന്നിങ്ങനെ ചിനാച്ചു ഓരോന്ന് ആലോചിക്കുവാണ്. അങ്ങനെ അടുത്ത സീനില് ടൈക്കി സ്കൂളിൽ ഒരുപാട് ജോലി ചെയ്യുവാണ്. അങ്ങനെ ക്ലാസ്സിലുള്ള വർക്കൊക്കെ കഴിഞ്ഞ് ടൈക്കി മടുത്തു വന്നിരിക്കുവാണ് ജിമ്മിലേക്ക്. നീ ഡബിൾസ് കളിക്കാൻ വരുന്നുണ്ടോന്ന് ഹാരി ചോദിക്കുവാണ്. നിക്ക്, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം, എനിക്ക് പ്രാക്ടീസും ചെയ്യണം. പക്ഷെ ഫെസ്റ്റിവലിന്റെ കാര്യത്തിനും ഞാൻ എല്ലാത്തിനും ഓടണം. പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വരുവാണ്. ടൈക്കി, ഇത് വളരെ ഡിഫിക്കൽട്ടാണ്, പക്ഷെ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. നീ എന്തായാലും ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്താലേ നിന്നെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം അവനായിരിക്കും ഇപ്പൊ അവിടുത്തെ ക്യാപ്റ്റൻ. അവന്റെ പേര് നിഷിത എന്നാണ്. സീനിയേഴ്സ് എല്ലാവരും റിട്ടയർഡ് ആയപ്പോ അതുകൊണ്ട് അവൻ എല്ലാരും കൂടെ ക്യാപ്റ്റനായിട്ട് എടുത്തേക്കുമായിരിക്കും. അങ്ങനെ ടൈക്കി അവന്റെ ജൂനിയർ ക്ലാസ്സിലുള്ള ഒരാൾക്ക് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമായിരിക്കും ബാഡ്മിന്റണില്. അവിടേക്ക് ചിനാച്ചു വരുവാണ്. മിസ്റ്റർ ഇനോമാറ്റാ, നീ ഫസ്റ്റ് ഇയറിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവാണോ? ആ അതെ, എന്തായാലും എല്ലാ സ്കൂളും കമ്പൈൻ ചെയ്തത് വളരെ നന്നായിട്ടുണ്ടല്ലേ മിസ്റ്റർ ഇനോമാറ്റ എന്ന് പറയാണ് ചിനാച്ചു. നീ എന്താ എന്നെ ഡിഫറെന്റ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നേ? അത് നീ അപ്പർ ക്ലാസ്മേൻ ആയില്ലേ, അപ്പൊ അതിന്റെ മര്യാദയൊക്കെ നിനക്ക് തരണ്ടേ? എന്നാലല്ലേ നിനക്ക് എല്ലാരും മര്യാദ തരുള്ളൂ. അതിന് നീ എന്നെ ഇങ്ങനെ വിളിക്കണമെന്നൊന്നുമില്ല. ജൂനിയർ ക്ലാസ്സിലുള്ളവർക്ക് ഹൈറ്റ് കുറവാവുമല്ലോ. നിന്റെ ഹൈറ്റ് കണ്ട നിന്നെ ആരും അപ്പർ ക്ലാസ്മേൻ ആണെന്നൊന്നും പറയില്ല. അങ്ങനെയൊന്നുമില്ല, എനിക്ക് നല്ല പൊക്കമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചിനാച്ചുനെ നോക്കുവാണ്. അപ്പൊ ചിനാച്ചു സീരിയസ് ആയ ഫേസ് വെച്ചേക്കുവാണ്. അപ്പൊ ടൈക്കി, നീ നോക്കിക്കോ, കുറച്ചും കൂടെ ഞാൻ വലുതാകുമ്പോ ഇന്നും പൊക്കം വെക്കും എന്ന് പറഞ്ഞ് ടൈക്കി കാല് കുറച്ച് പൊക്കി അങ്ങനെ നിൽക്കുവാണ്. ചിനാച്ചു അവനെ പതുക്കെ താഴെ വലിച്ചു നിർത്തുവാണ്. നിന്റെ ഈ പൊക്കം തന്നെ പെർഫെക്റ്റ് ആണ് എന്നൊക്കെ അവര് സംസാരിച്ചിട്ട് ചിനാച്ചു ചിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവാണ്. അടുത്ത സീനില് ഹിന സ്ക്രിപ്റ്റിനുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുവാണ്. അവള് സ്ക്രിപ്റ്റ് മനപ്പാടായിട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അവളെ കൊണ്ട് അതിന് പറ്റുന്നില്ല. പെട്ടെന്ന് ഹിന മറന്നുപോയ പാർട്ട് ക്യോ കറക്റ്റ് ആയിട്ട് പറയാണ്. നീ നന്നായി തന്നെ കാണാപ്പാഠം പറയുന്നുണ്ടല്ലോ, നിനക്ക് ഈ സ്ക്രിപ്റ്റിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചൂടെ എന്ന് ഹിന പറയുവാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ഈ റൊമാൻറ്റിക് സ്റ്റോറീസിനൊന്നും അത്ര നല്ലതാവില്ല. സ്നോ വൈറ്റ് പ്രിൻസസ് വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്യും, അപ്പൊ എനിക്ക് അവളോട് വളരെ ദയ തോന്നും. പക്ഷെ എവിടെന്നോ ഒരു പ്രിൻസ് വന്ന് അവള് കല്യാണം കഴിച്ചു കൊണ്ടുപോവാന്ന് പറഞ്ഞാ എനിക്ക് അതൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല. അപ്പൊ നീ ഒരു ഫെമിനിസ്റ്റ് ആണല്ലേ? അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് ആരെങ്കിലും ഇഷ്ടാണോ? നീ എന്റെ കാര്യത്തിൽ വെറീഡ് ആവുന്നുണ്ട്, പക്ഷെ നിന്റെ
നിന്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് ക്യോന്റെ മനസ്സിലേക്ക് ഒരു പെൺകുട്ടി വരും. ഇപ്പൊ ആരുമില്ല, അവള് വേറെ ഒരാളുടെ ഒപ്പം പോയി. അങ്ങനെ ഞാൻ അവള് വിട്ടു. അപ്പൊ ഹീന സോറി പറയുവാണ് അവന്റെ അടുത്ത്. അതുകൊണ്ടാണ് ടൈക്കിക്ക് വേറെ ഒരാളോട് ഫീലിങ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നീ ടൈക്കിന്റെ അടുത്ത് പോകുമ്പോ എനിക്ക് നിന്നെ വളരെ പിറ്റിയായിട്ട് തോന്നുന്നേ. അപ്പൊ ഹീന എന്തു പിറ്റിയോ എന്നിങ്ങനെ ആലോചിക്കുവാണ്. എന്തായാലും എനിക്ക് വളരെ ഇംപ്രസ് ആയിട്ടാണ് തോന്നിയത്. എന്നിരുന്നാലും ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല ടൈക്കിന്റെ കാര്യത്തില്. അപ്പൊ ഹീന നീ എന്താ അങ്ങനെ പറയുന്നേ? അതങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ക്യോ പറയുവാണ്. അല്ല, നിനക്ക് എങ്ങനെയുള്ള പെൺകുട്ടിയാണ് ഇഷ്ടം എന്ന് ഹീന ചോദിക്കുവാണ്. ഞാൻ അതെന്തായാലും നിന്നോട് പറയാൻ പോകുന്നില്ല. ഇനി എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോന്ന് ഹിന ചോദിക്കുവാണ്. ആർക്ക് പറയാൻ കഴിയും എന്ന് ക്യോ പറയുവാണ്. അടുത്ത സീനില് ഹിന പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി വരുവാണ്. അപ്പൊ അവിടെ ചിനാൻസും ഉണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുവാണ്. നിങ്ങളുടെ ക്ലാസ്സിലുള്ളവര് കഫേ ആണല്ലേ ചെയ്യുന്നേ? അതേന്ന് ചിനാൻസ് പറയുവാണ്. എന്നോട് ടൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ടൈക്കിയോട് പറഞ്ഞു എനിക്ക് അവനെ ഇഷ്ടമാണെന്ന്. അങ്ങനെ ഇത് കേട്ട് ചിനാൻസ് ഒന്ന് ജെർക്കാവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.